ഹലോ, അപ്പോൾ എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് മാറിയിട്ടില്ലേ? ഞാനും അതുപോലെ തന്നെയാണ്. കാലത്ത് തന്നെ എണീറ്റു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 5:45 ആയിട്ടാണ് എണീറ്റത്. കാരണം ഉച്ചവരെയല്ലേ ഉള്ളൂ. ഇന്ന് പ്രവേശനോത്സവമായതുകൊണ്ട് ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ ഞാൻ കാലത്ത് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പാലെടുക്കാൻ നോക്കിയപ്പോൾ പാലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് സിമ്പിളായിട്ട് നൂലപ്പവും തേങ്ങാപ്പാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഹെവി ആയിട്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയം പോകില്ല. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ ഹെവി ആയിട്ട് ഉണ്ടാക്കണ്ടെന്ന് വെച്ച് സിമ്പിളാക്കി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് തന്നെ സിമ്പിൾ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാളും നേരത്തേക്ക് എണീക്കേണ്ടതല്ലേ. അപ്പോൾ സെറ്റാവും വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേ മാവൊക്കെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ പാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ പറ്റി ഒന്ന് തൂകി ആകെ ഫുള്ള് എണ്ണ പെട്ടെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നൂലപ്പം വിട്ട് പോരാ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പെറ്റിക്ക് പിടിച്ചിരിക്കും. അപ്പോൾ അതേ വേഗം തന്നെ നല്ല ചൂട്ടോടുകൂടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ 5:45 7 മണിയാകുമ്പോഴേക്കും മോനെ എണിപ്പിക്കണം. അപ്പോൾ അതിനുള്ളിൽ എൻ്റെ എല്ലാ പണിയൊക്കെ കഴിയണം. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഹെർബറിയായിട്ട് ചെയ്യുകയാണ്. എന്നാലും ഇത്തിരി റിലാക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇനി മുതൽ ഫുൾ ബിസി ആവണ്ടേ വിചാരിച്ചിട്ട് റിലാക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെറുതായിട്ട് തിരക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. തിരക്ക് പിടിച്ചാലേ വേഗം കഴിയുള്ളൂ എന്ന് തോന്നാറുണ്ട്. ആയം പോലെ ചെയ്തെന്ന് പിന്നെ മടി പിടിച്ചിരിക്കും. അപ്പോൾ അതേ വേഗം തന്നെ നൂലപ്പൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം വെച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. തേങ്ങാപ്പാൽ ഞാൻ നാളികേരം ഫ്രീസർ നോക്കിയപ്പോൾ അതിലില്ല. അപ്പോൾ വേഗം തന്നെ നാളികേരം പൊട്ടിച്ച് നാളികേരമൊക്കെ ചെരുക്കി തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ നൂലപ്പം ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതിലേക്ക് ഇത്തിരി പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം. എന്നാൽ മാത്രമേ എന്താ പറയുക ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുള്ളൂ. അതിനാണ് നുള്ളു ഉപ്പൊക്കെ ഇടുന്നത് കേട്ടോ. വേഗം തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അത് ഓരോന്നോരോന്ന് ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അവൻ്റെ യൂണിഫോം ഫസ്റ്റ് ഡേ ആയതിൽ യൂണിഫോം ഇടണമെന്ന് പറഞ്ഞു. വേഗം തന്നെ യൂണിഫോം അയൺ ചെയ്യാനും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫുൾ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഷൂട്ട് ചെയ്യാൻ സമയവും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നൂലപ്പൊന്നും ആവി വന്നിട്ടുണ്ട്. അതൊന്നും എടുത്ത് മാറ്റി ഡൈനിങ് ടേബിളിലൊന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ പ്ലേറ്റും ചായയും ഒക്കെ ഉണ്ടാക്കി എല്ലാ ഡൈനിങ് ടേബിളും സെറ്റാക്കിയതിന് ചായ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചായ ഉണ്ടാക്കൽ ഇവർ എണീക്കണേക്ക് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയാൽ മതി വിചാരിച്ചു. ചൂടാറുണ്ടാകുന്ന വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ എനിക്ക് വന്നിട്ടുണ്ട്. ഇനി അവനെ എണിപ്പിക്കണം. അപ്പോൾ അവന് വേഗം ആയിക്കോ, ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ പാലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ചായയും അടുപ്പത്ത് വെച്ചു. ചായ വെച്ച് കഴിഞ്ഞപ്പോൾ അവനെ എണിച്ച് അവനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനുള്ളതുകൊണ്ട് വലിയൊരു ഹറിബറൊന്നുമില്ല. കാരണം ഏട്ടൻ അവനെ കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഏട്ടനില്ലാത്ത സമയത്താണ് ഞാൻ ആകെ തിരക്ക് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ കുളിച്ചൊക്കെ വന്ന് ഇരിക്കേണ്ട. അപ്പോൾ അതേ ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കാട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിക്കും കേട്ടോ. കാലത്ത് തന്നെ അവനെ തന്നെ ഇരുത്തി കഴിക്കില്ല. നമ്മൾ ഒരുമിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് ദേവൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് കണ്ടുവരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.